നമുക്കിന്ന് കുന്നംകുളം ചൂണ്ടലിനടുത്തുള്ള പാറന്നൂർ ചിറ എന്ന സ്ഥലത്തേക്ക് പോകാം. ഇത് ചെറിയൊരു ദ്വീപാണ്. ഒരു ചെറിയൊരു കരയുടെ 4 ഭാഗത്തുകൂടും പുഴകൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് കേച്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബൈപ്പാസ് വഴി വന്നിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇങ്ങോട്ട് വരാനായിട്ട് 2 വഴിയുണ്ട്. ഒന്ന് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വഴി, അതുപോലെ തന്നെ ഒന്ന് ചൂണ്ടൽ ജംഗ്ഷനിൽ നിന്നും. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് കേച്ചേരിയിൽ നിന്ന് വന്ന് ആദ്യത്തെ ഈ എൻട്രൻസ് വഴിയാണ്. നമുക്ക് ആദ്യം ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. മഴക്കാലം അല്പം കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ പുഴയിൽ വെള്ളം അല്പം കുറവാണ്. കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ പുഴ. ഇവിടെ ഒരു 3 ബണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബണ്ടാണിത്, ഈ കാണുന്നത്. നമ്മൾ ഈ എൻട്രൻസിൽ കൂടെ വരുമ്പോൾ കാണുന്നത്. ഞങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് വാഹനം ഇവിടെ ഈ എൻട്രൻസിന്റെ അടുത്താണ് നിർത്തിയത്. പരിസരമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്പം തുറന്ന നിലയിലാണ് ഇപ്പൊ ഇവിടെ ഈ ബണ്ടുള്ളത്. വെള്ളം അല്പം ഇങ്ങനെ ചാടുന്നതായിട്ട് കാണാം. വലിയ ഒഴുക്കൊന്നുമില്ല. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ സമീപവാസിയായ ഒരാൾ വന്നിട്ട് മീൻ പിടിക്കുന്നതിന് വേണ്ടി വല എറിയുന്നത് കണ്ടു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അധികമൊന്നും മീൻ കിട്ടിയില്ല. തന്നെയല്ല, വളരെ ചെറിയ മീനുകളായിരുന്നു. എന്തായാലും സ്ഥിരമായിട്ട് ഇവിടെ മീൻ പിടിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെലവിനുള്ള മീനെല്ലാം ഇവിടെ ഡെയിലി കിട്ടുമെന്നുള്ളതാണ്. ഇന്നെന്തോ മീൻ വളരെ കുറവാണെന്ന് പറഞ്ഞു ആദ്യത്തെ വല എറിഞ്ഞതിൽ തന്നെ. ഞാൻ അതിലൊരു മീൻ എടുത്തിട്ട് കുട്ടികൾക്കൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വീണ്ടും വല എറിഞ്ഞു. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പല പ്രാവശ്യം വല എറിഞ്ഞ് അദ്ദേഹത്തിന് ആവശ്യമുള്ള മീനെല്ലാം കിട്ടിയിരുന്നു. കുട്ടികൾക്ക് വല എറിയുന്നതും മീൻ പിടിക്കുന്നതും എല്ലാം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു. വീഡിയോ എടുക്കാൻ പറഞ്ഞാലും അവന്മാര് ഫോട്ടോ എടുത്താലും പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികൾ ഈ വക വികൃതികൾ കാണിക്കും. അതുകൊണ്ടാണ് ഈ സീൻ ഇവിടെ കാണിച്ചത്. കാരണം ഒരിക്കൽ പോലും ഒരു ഫോട്ടോനെ പോസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെതാണ് ഈ സ്ഥലം. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ബണ്ടിന്റെ മുകളിൽ കൂടിയാണ്. ഈ ബണ്ട് കടന്ന് ചെന്നാലാണ് നമ്മൾ ഒരു ദ്വീപ് പോലെയുള്ള സ്ഥലത്തിൽ നിന്ന്. വളരെ ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ ആ സ്ഥലത്തിന്റെ 4 ഭാഗത്തെ കൂടി പുഴയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പുഴ വന്നിട്ട് ഈ ചെറിയ ഒരു തുരുത്തിനെ ചുറ്റിയിട്ട് ആ വന്ന സൈഡിലേക്ക് തന്നെ ഏതാണ്ട് ഒഴുകി പോകുന്നതാണ്. ഈ ദ്വീപിന് ചുറ്റുമായിട്ട് 3 ബണ്ടുകളുണ്ട്. 4 ഭാഗത്തുമുള്ള കരയായിട്ട് ബന്ധിപ്പിക്കുന്ന 3 പാലങ്ങളാണ്. അതുപോലെ തന്നെ ഈ ദ്വീപിന്റെ ഉള്ളിൽ തന്നെ വേറെ ഒരു ചെറിയ പാലവും കൂടിയുണ്ട്. ഞങ്ങൾ ആദ്യത്തെ പാലം കണ്ടിട്ട് അല്പനേരം നടന്നു. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടു.
ഇവിടെയാണ് മോഹൻലാലിന്റെ വാമനപുരം ബസ് റൂട്ട് എന്ന ഫിലിമിലെ ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ആ സിനിമ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്യാമറയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ട് നേരെ കാണുന്ന ആ പാലത്തിന്റെ മുകളിൽ നിന്നാണ് ഗോപിയെ ബസ്സിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടപ്പോൾ ഞാൻ ചെന്നിട്ട് നമ്മുടെ ജിംനി എടുത്തുകൊണ്ട് വന്നു. ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ജിംനി എടുക്കാനായിട്ട് പോവുകയാണ്. ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും വാഹനം എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ ഇത് വിശദമായിട്ട് കാണിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഇതിന്റെ സ്ഥിതി ഒന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ഈ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടൽ വഴി നമ്മൾ വരുന്ന എൻട്രൻസിനുള്ള ബണ്ട് കാണാം. വെള്ളം അവിടെ നേരെ ചാടുന്നതായിട്ട് കാണുന്നത്. ഇവിടെ നിന്നും ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ടു. അതിനുശേഷം ഇവിടെ ചെറിയൊരു ബണ്ടുണ്ട്. ആ ബണ്ടിൽ കൂടി നടന്നു ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ ജിം കാണാം. ഞങ്ങളിവിടെ എല്ലാം തിരക്കില്ലാത്ത സമയത്ത് ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഉച്ച സമയത്താണ് ഇവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായി കണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെയുള്ള വെയില് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഏതാണ്ട് ഇതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇത്. ഇവിടെ അല്പം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പുഴയുടെ തീരത്ത് തന്നെ രണ്ട് ഇല്ലിമുളത്തിന്റെ രണ്ട് കൂട്ടം അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ഫോട്ടോ പോയിന്റിനെല്ലാം വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചായിരിക്കും ഇവിടെ ഇത്ര സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേജും കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും തിരിച്ചു ചെന്നിട്ട് വാഹനം അവിടെ നിന്നെടുത്ത് വീണ്ടും അടുത്ത പോയിന്റിൽ കൊണ്ട് പാർക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജ് കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടുത്തായിട്ട് വാഹനം കൊണ്ട് നിർത്തി. ഇതാണ് മൂന്നാമത്തെ ബണ്ട്. പിന്നീട് ഞാൻ വാഹനം അവിടെ നിന്ന് വീണ്ടും എടുത്തത് അടുത്ത എക്സിറ്റിൽ കൊണ്ട് നിർത്തി. അതായത് നമ്മൾ ചൂണ്ടലിൽ നിന്ന് വന്നാൽ ഇവിടെയാണ് വരിക. ചൂണ്ടൽ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ആണ് ഈ എൻട്രൻസിലേക്കുള്ളത്. അവിടെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ നടന്നു.
നമ്മൾ നേരത്തെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നേരെ കണ്ട വെള്ളം ചാടുന്ന ഒരു ബണ്ടാണിത്. ഇവിടെ കാണുന്ന ഈ വെള്ളം ചാടുന്നതാണ് നമ്മൾ മറുഭാഗത്ത് നിന്ന് കണ്ടത്. ഇവിടെ ഈ ഓപ്പൺ ജിമ്മുള്ള ഭാഗത്ത് ഒരു ചെറിയ ബിൽഡിങ് പണിതിട്ടുണ്ട്. തിരക്കുള്ള സമയത്തെല്ലാം അവിടെ റിഫ്രഷ്മെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ സാധാരണയായിട്ട് ക്രൗഡുള്ളത്. ഈ സ്റ്റോളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഇതിന്റെ ചുറ്റും ഉള്ള കാഴ്ചകൾ ഒരു 360 ഡിഗ്രിയിൽ കാണാം. നമുക്കത് കൂടി ഒന്ന് മുകളിൽ കയറി നോക്കാം. നമ്മൾ ചുറ്റും നടന്നു കണ്ട കാഴ്ചകളിൽ എല്ലാം ഇതിന്റെ മുകളിൽ നിന്ന് നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അധികം ആരും അറിയാത്ത ഒരു ടൂറിസ്റ്റ് സെന്ററാണ് തൃശ്ശൂർ ചൂണ്ടലിനടുത്തുള്ളത്. തൃശ്ശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ ജംഗ്ഷനിൽ നിന്ന് തന്നെ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. വൈകുന്നേരങ്ങളിലെല്ലാം അല്പം ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണിത്. അങ്ങനെ മുകളിലുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഈ പാറന്നുത്തിരയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.